കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇളനീര് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇളനീര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലെ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ കാമ്പ് കൂടെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇളനീരിൽ നിന്നും നമുക്ക് ഇത്രയും കാമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം പാലോ അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനൊരൽപ്പം പാൽ ഒഴിച്ചു കൊടുത്താണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 10 ഗ്രാമോളം ചൈന ഗ്രാസിയാണെന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഈ ഒരു ചൈന ഗ്രാസിന് പകരം ജലാറ്റിന് വേണമെങ്കിലും ഒക്കെ യൂസ് ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ തന്നെ പൗഡറായി കിട്ടും, അതായാലും മതി. അപ്പോൾ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ചൈന ഗ്രാസ് ഇപ്പോൾ ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതേ ടൈമിൽ തന്നെ മറ്റൊരു പാനിൽ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു കരിക്കിൻ്റെ വെള്ളം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ലിക്വിഡും ഒരുപോലെയുള്ള ചൂടിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇത് കട്ടയായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇതുപോലെ പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ പരന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും ഇളനീരും കൂട്ടിയിട്ടുള്ള ആ ഒരു ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അതിന് സെറ്റാവുന്ന ടൈമിൽ നമുക്കിനി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കിനി പുഡിങ്ങിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജലാറ്റിനാണ്. ഇതിന് പകരം ചൈന ഗ്രാസ് എടുത്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ പൗഡർ ആയാലും മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ജലാറ്റിനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ നേരത്തെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഇളനീരിനും ചെറുതായിട്ട് മധുരം ഉണ്ടാവും. ഞാനൊരു 200 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുഡിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരത്തിന് വേണ്ടതാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് പുഡിങ് സെറ്റാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ചൂടാറുന്ന ടൈമിൽ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസിൻ്റെ ഇളനീർ വെള്ളം കൂടിയിട്ടുള്ള മിക്സറാണ്. ഇതിപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കത്തി വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ കട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പുഡിങ് സെറ്റാക്കി തുടങ്ങാം. പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസുകൾ അടിയിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കണുള്ളൂ. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്.
ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പാലും ഇളനീരിൻ്റെ പൾപ്പും കൂടിയിട്ടുള്ള ആ ഒരു മിക്സർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ്. ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം 8 മണിക്കൂറോളമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണിത്. ഇതിപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണില്ല. ഈ ഒരു ട്രേയിൽ വെച്ചിട്ട് തന്നെയാണ് സെർവ് ചെയ്യണത്. ഇളനീരിൻ്റെ ആ ഒരു ഫ്ലേവർ ഒട്ടും പോവാതെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഈ ഒരു പുഡിങ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.